ഹലോ, അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു നെക്ക് ഡിസൈനുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നൈറ്റി ബിറ്റ് ഈ ഒരു രീതിക്കാണുള്ളത്. ഇതിൻ്റെ സൈഡ് ഭാഗത്തായിട്ട് ഈ ഒരു ഡിസൈൻ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതിൽ എങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് നൈറ്റി ബിറ്റ് നാലാക്കി ഇതുപോലെ മടക്കി എടുത്തിട്ട് 6.5 ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്യുക, താഴത്തോട്ടും 6.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. ചെസ്റ്റ് റൗണ്ട് 40 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4/1 ഭാഗം 10 ഇഞ്ച് പ്ലസ് തയ്യൽ തുമ്പ് 1.5 ഇഞ്ച് കൂടി ആഡ് ചെയ്ത് അവിടെയും ഒരു മാർക്കിംഗ് കൊടുക്കാം. വേസ്റ്റ് റൗണ്ട് ഇതുപോലെ നമ്മളൊരു 9 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക. എന്നിട്ട് ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി ആഡ് ചെയ്തിട്ട് അവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ടേപ്പ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കർവ് ചെയ്ത് വരച്ച് നമ്മൾ ചുരിദാറിനൊക്കെ ആ ഒരു എ ലൈൻ മോഡലിൽ ഇതുപോലെ ഒന്ന് വരച്ച് കൊടുത്തിട്ട് എൻഡ് പോർഷൻ വരെ ഈ ഒരു മെത്തേഡിൽ വരച്ച് കൊടുക്കാം. നമ്മൾ സാധാരണ ചുരിദാർ മോഡൽ നൈറ്റി കട്ട് ചെയ്യുന്ന രീതിക്ക് തന്നെയാണ് കട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. അപ്പോൾ ഇപ്പുറത്ത് കാണുന്ന ആ ഒരു തുണിയിൽ നിന്നാണ് നമ്മൾ നെക്കിലേക്കുള്ള ആ തുണി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആം ഹോൾ ഒന്ന് കർവ് ചെയ്ത് വരച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ സ്ലീവ് കൈയോടെ നമ്മൾ മാർക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ സ്ലീവിന് വേണ്ടിയിട്ട് 6 ഇഞ്ചാണ് നമുക്ക് സ്ലീവ് വേണ്ടത്. അപ്പോൾ 1.5 ഇഞ്ച് കൂട്ടി 7.5 ഇഞ്ചിൽ നമ്മളൊന്ന് മാർക്ക് ചെയ്തിട്ട് ഇതുപോലൊന്ന് നമ്മൾ ഷേപ്പ് ചെയ്ത് വരച്ച ആ ഭാഗത്തിൻ്റെ ഇപ്പുറത്തോട്ട് മാക്സിമം കിട്ടാവുന്ന വിത്തിൽ നമ്മളിതുപോലെ സ്ലീവും ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് കർവ് ചെയ്ത് വരച്ച് കൊടുക്കുന്നേ ഉള്ളൂ. നമുക്ക് നൈറ്റിക്കൊന്നും വലിയ അളവിലൊന്നും നമുക്ക് ചെയ്യേണ്ട കാര്യമില്ല. അതുപോലെ ഒന്ന് കർവ് ചെയ്ത് സ്ലീവിൻ്റെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയും പീസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്തു നിന്നാണ് നമ്മൾ നെക്കിന് വേണ്ടിയുള്ള ഡിസൈന് വേണ്ടിയിട്ടുള്ള തുണി എടുക്കുന്നത് കേട്ടോ. ഇനി സാധാരണ പോലെ നമ്മൾ ബാക്ക് പാർട്ട് ഒന്ന് മാറ്റി വെക്കുക കേട്ടോ. എന്നിട്ട് ഫ്രണ്ട് പാർട്ടിൽ നമ്മൾ ഒന്ന് മെഷർ ചെയ്യുക. 2.25 ഇഞ്ച് വിഡ്ത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ 6.5 ഇഞ്ച് നെക്ക് ലെങ്ത്തും നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് ബോക്സ് പോലെ ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം. 2.25 ഇഞ്ചാണ്. അപ്പോൾ തയ്യൽ തുമ്പ് കൂട്ടിയാണ് നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടിരിക്കുന്നത്. എന്നിട്ടൊരു ചെറിയൊരു കർവ്ഡ് വി ഷേപ്പിൽ ഇതുപോലൊന്ന് റൗണ്ട് ഷേപ്പല്ല, ചെറിയൊരു റൗണ്ടാക്കി അടിഭാഗത്തൊരു വി ഒരു ഷേപ്പ് കൊടുക്കാം. എന്നിട്ട് ഒരു 1.5 ഇഞ്ച് മുകളിൽ പിന്നെ ഒരു 2, 2.25, പിന്നെ 2.5, പിന്നെ ഒരു 2.25, പിന്നെ ഒരു 3 ആ ഒരു മെത്തേഡിൽ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊണ്ടുവരാം. അതായത് തുടക്കത്തിലെ പോയിന്റിൽ നിന്നും കൂടുതൽ ഒരു 4 ഇഞ്ച് കൂട്ടി അടിയിൽ ആ ഒരു റൗണ്ട് അടിയിലെത്തുമ്പോൾ കുറച്ചുകൂടി ഒരു കർവ് ചെയ്ത മോഡലിൽ കൊണ്ടുവരാം. അപ്പോൾ നമ്മൾ ഷോപ്പിലൊക്കെ നൈറ്റി മേടിക്കുമ്പോൾ ഈ ഒരു മെത്തേഡിലാണ് കേട്ടോ നെക്ക് നമുക്ക് കിട്ടുക. എന്നിട്ട് ആ എൻഡ് പോർഷനിൽ നിന്ന് ഇതുപോലെ ഒന്ന് കർവ് ചെയ്തൊന്ന് വരച്ച് കൊടുക്കാം. എന്നിട്ട് അത് ഇതുപോലെ നമ്മൾ നെക്ക് ആദ്യം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ ആ കർവ് ചെയ്ത് വരച്ച ആ പോർഷനും നമ്മളൊന്ന് കറക്റ്റായിട്ട് ഒപ്പം തന്നെ പിടിച്ചിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഈ ഒരു മെത്തേഡിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ ഞാൻ സ്റ്റിഫൊന്നും വെച്ചിട്ടല്ല കേട്ടോ കാണിക്കുന്നത്. നമുക്ക് സാധാരണക്കാർക്കും ചെയ്തെടുക്കാൻ പറ്റിയ മോഡലാണ്. അപ്പോൾ തുണിയിൽ തന്നെയാണ് ഞാനിത് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ, ഈ നെക്ക് ഡിസൈൻ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റിയൊരു മോഡലാണ് കേട്ടോ. ഇതിങ്ങനെ നിവർത്തിയിട്ടിട്ട് നമ്മൾ ആ കർവ് ചെയ്ത് വരച്ച ആ ഒരു ലൈനിൽ കൂടി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ആ ഒരു ഷേപ്പ് കിട്ടാനാണേ. അപ്പോൾ ആ ഒരു പീസ് മാത്രമേ നമുക്ക് നെക്കിന് ആവശ്യമുള്ളൂ കേട്ടോ. ഇനി അത് വെച്ചിട്ടാണ് നമ്മൾ വേറൊരു തുണിയിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ലൈനിങ് ആയിട്ട് കൊടുക്കുന്ന വൈറ്റ് തുണിയാണ് കേട്ടോ, സ്റ്റിഫൊന്നുമല്ല. നമ്മൾ വൈറ്റ് കോട്ടൺ തുണിയാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഒരു 1/2 ഇഞ്ച് നിങ്ങൾ എത്രയാണോ തയ്യൽ തുമ്പ് കൊടുക്കുന്നത് ആ ഒരു തയ്യൽ തുമ്പ് സൈഡിൽ ഇതുപോലെ കൊടുത്ത് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ലൈനിങ്ങിൽ ഇതുപോലെ തുണി വെച്ചിട്ട് മുകൾ ഭാഗത്ത് വേണ്ട കേട്ടോ, ഷോൾഡർ യോജിപ്പിക്കുന്ന ആ ഭാഗത്ത് നമ്മൾ കറക്റ്റ് ആ ഒരു പോയിന്റ് തന്നെ വരച്ചാൽ മതി. സൈഡ് ഭാഗത്തും അടിഭാഗത്തും ഇതുപോലെ 1/2 ഇഞ്ച് ഇതുപോലെ തുണി ഇട്ടിട്ട് വേണം ഈ ഒരു തുണി കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതാണ് നമ്മൾ നെക്കിൽ യോജിപ്പിക്കാൻ പോകുന്ന ആ തുണിക്ക് വേണ്ട ലൈനിങ്. അപ്പോൾ ഇത് വെച്ചിട്ട് വേണം നമ്മൾ മെയിൻ തുണിയും കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ മുകളിലെ ആ ഒരു തുണി ഇനി നമുക്ക് ആവശ്യമില്ല. ഇനി ഈ ഒരു അളവിലാണ് നമ്മളത് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് തുണി കിട്ടുക. അപ്പോൾ 2 സൈഡ് ഓപ്പൺ ആയിരിക്കും. അപ്പോൾ ആ ഒരു 2 സൈഡ് ഓപ്പണുള്ള ഭാഗം ഇതുപോലെ പിടിച്ച് നമ്മൾ സെൻറ്റർ ഒന്ന് അടിച്ചു കൊടുക്കുക.
അപ്പോൾ നമുക്ക് നിവർത്തിയിടുമ്പോൾ ഈ ഒരു വീതിക്ക് നമുക്ക് തുണി കിട്ടും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഓരോ പീസ് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ 2 തുണിയും ഇതുപോലെ തന്നെ സെൻറ്ററൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ നിവർത്തിയിട്ടതിന് ശേഷം ഒരു തുണി ഇതുപോലെ വെച്ച് കൊടുക്കുക. ഒരു തുണി ഈ ഒരു സൈഡിലേക്ക് വയ്ക്കാം. നമ്മൾ തുണി വെക്കുമ്പോൾ അപ്പുറത്തെ സൈഡും ഇപ്പുറത്തെ സൈഡും സെപ്പറേറ്റ് 2 സൈഡിലേക്ക് ആക്കി വെച്ച് കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഈ ഒരു തുണി ഈ സൈഡിലേക്ക് വെച്ച് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ മെയിൻ തുണി കട്ട് ചെയ്യുമ്പോൾ ലൈനിങ്ങിൻ്റെ അതേ അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണേ. കാരണം നമ്മൾ തയ്യൽ തുമ്പൊക്കെ ലൈനിങ്ങിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇനി വേറെ അഡീഷണലായിട്ട് നമുക്ക് തയ്യൽ തുമ്പിൻ്റെ ആവശ്യമില്ല. അപ്പോൾ കറക്റ്റ് ലൈനിങ്ങിൻ്റെ അളവിൽ തന്നെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു രീതിക്ക് നമുക്ക് അപ്പോൾ ഒരു തുണി നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ്, ഈ ഒരു സൈഡിലേക്കാണ് കണ്ടോ ഇങ്ങനെ. അപ്പോൾ അപ്പുറത്തെ സൈഡിലേക്കുള്ള തുണി ആ ഒരു സൈഡിൽ നിന്ന് തന്നെ വെച്ച് കൊടുത്ത് കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. കണ്ടോ ഈ ഒരു മെത്തേഡിലിട്ട് കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കാം. അത്രേ ഇതിൽ ശ്രദ്ധിക്കാനുള്ളൂ. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതേ അളവിൽ തന്നെ ഈ ഒരു ലൈനിങ്ങിൻ്റെ അതേ അളവിൽ തന്നെ നമുക്ക് ഈ ഒരു തുണിയും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേ നൈറ്റിയുടെ നെക്കിൻ്റെ ആ ഒരു മോഡലിൽ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്യുമ്പോഴൊക്കെ ഒന്ന് പിൻ ചെയ്ത് വെച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ 2 സൈഡിലേക്കും ഈ ഒരു മെത്തേഡിൽ നമുക്ക് തുണി കിട്ടും. കണ്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ ഷേപ്പ് വരിക. ഇനി നമുക്കിതുമ്പോൾ പൈപ്പിംഗ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോഴാണ് ആ ഷേപ്പിൻ്റെ ആ ഒരു ഭംഗി നമുക്ക് കറക്റ്റായിട്ട് കിട്ടുക. അപ്പോൾ ഞാനിതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് മോഡലായതുകൊണ്ട് തന്നെ ഞാനൊരു വൈറ്റ് പീസാണ് കേട്ടോ ഇവിടെ പൈപ്പിങ്ങിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിങ്ങനെ 4 ഇഞ്ചിൽ നമ്മൾ സൈഡിൽ കൂടി ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കുക. 2ൻ്റെയും ആ നെക്കിൻ്റെ ആ ഒരു സൈഡിൽ ഈ ഒരു പീസ് 4 ഇഞ്ചിൽ അടിക്കുക. എന്നിട്ട് അടിയിലേക്ക് മറച്ച് അടിച്ചു കൊടുക്കുക. അപ്പോൾ 2 നമ്മൾ ഇതുപോലെ എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 സൈഡിലേക്കും ഇതുപോലെ വേണമെങ്കിൽ വെക്കാം കേട്ടോ. ഏതെങ്കിലും ഒരു സൈഡിലേക്ക് നിങ്ങൾക്ക് ഏത് ഭാഗത്തേക്കാണോ വെക്കേണ്ടത് ആ ഒരു രീതിക്ക് നമുക്ക് കിട്ടും. അപ്പോൾ നെക്കിൻ്റെ ആ നമ്മൾ കട്ട് ചെയ്തെടുത്ത തുണിയൊന്ന് വെച്ച് നോക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റ് ആയിരിക്കും. തയ്യൽ തുമ്പ് കഴിച്ചിട്ടുള്ള ആ ഒരു അകലം തന്നെയായിരിക്കും നെക്കിന് കിട്ടുക. ഇനി അത് 2 യോജിപ്പിച്ച് വെച്ചിട്ട് ഒരു പിൻ ചെയ്തൊക്കെ കൊടുത്തിട്ട് ഇതുപോലെ എൻഡിലും നമുക്കൊന്ന് പൈപ്പിംഗ് കൊടുക്കാം. ഇനി നമ്മൾ മെയിൻ ഫാബ്രിക്കിൽ ഇതുപോലെ 1/2 ഇഞ്ചിൽ ഒരു ലൈൻ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. കണ്ടോ ഇതുപോലെ 1/2 ഇഞ്ചിൽ നമ്മൾ തയ്യൽ തുമ്പാണിത്. അപ്പോൾ ഈ ഒരു ലൈനിൽ കൂടി വേണം നമ്മൾ ആ തയ്ച്ചെടുത്ത ആ ഒരു നെക്ക് കണ്ടോ ഇങ്ങനെ വെച്ച് കറക്റ്റ് ലൈനിൽ കൂടി നമ്മൾ അടിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് തയ്യൽ തുമ്പൊക്കെ കഴിച്ച് നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് അടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ പിൻ ചെയ്ത് കൊടുക്കേണ്ടവർക്ക് അങ്ങനെ പിൻ ചെയ്ത് കൊടുത്തൊക്കെ കറക്റ്റായിട്ട് വെച്ചിട്ട് തന്നെ അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സെൻറ്ററിൽ ഇതുപോലെ ഒരു ഡോറി, എൻഡിൽ ഇതുപോലൊരു അതിൻ്റെ ആ ഒരു ബ്ലാക്ക് തുണി വെച്ചിട്ട് നമുക്കൊരു ഹാങ്ങിങ് കൊടുത്ത് ഇതുപോലൊന്ന് ഒരു ബട്ടണും വെച്ച് അവിടെ ഒന്ന് തുന്നി പിടിപ്പിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.